സെൻട്രൽ ഗവൺമെൻറ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുകളിലേക്ക് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഓരോ സ്റ്റേറ്റും എന്ത് ചെയ്യാറുണ്ട്, അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുകളിലേക്കും നോട്ടിഫിക്കേഷൻ ഇറക്കും. ഇപ്പോൾ കേരളയുമായി റിലേറ്റ് ചെയ്തതാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്നത്. അപ്പം ഇത് ജനറലി ടഫാന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഈസി ആയി തന്നെ നേടാവുന്ന ഒരു ജോബാണ് KAS എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ മുമ്പ് വന്നിരിക്കുന്നത് 2019 നവംബർ 1-നാണ്. അപ്പം ഇനി എന്നാണ് എന്നുള്ളതാണ് അല്ലേ. എന്നാണെന്ന് ചോദിച്ചാൽ ഇനി വരാൻ പോകുന്നത് 2023 നവംബർ 1-നാണ്. KASന് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. അപ്പോൾ 32 നിങ്ങൾ ജനറൽ കാറ്റഗറിയിലാണെന്നുണ്ടെങ്കിൽ 32 വയസ്സ് വരെയുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ എക്സാം മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. പ്രിലിംസ്, മെയിൻസ്, ദെൻ ഒരു ഇൻ്റർവ്യൂ സെഷൻ ഉണ്ട്. പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂവും കടന്നിട്ടാണ് ഒരാൾ KS ഉദ്യോഗസ്ഥനാവുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പ്രിലിംസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവാണ്, മെയിൻസ് സബ്ജക്റ്റീവാണ്, ദെൻ ഒരു ഇൻ്റർവ്യൂ സെഷൻ ഉണ്ട്. പ്രിലിംസിൽ 100 മാർക്കിൻ്റെ 2 പേപ്പറാണ് അറ്റൻഡ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനകത്ത് ഒബ്ജക്റ്റീവായിട്ടുള്ള എക്സാമാണ് പ്രിലിംസ് എന്ന് പറയുന്നത്. മെയിൻസ് വരുമ്പോൾ സബ്ജക്റ്റീവായിട്ടുള്ള എക്സാമാണ്. നിങ്ങൾക്ക് എഴുതി തന്നെ ഉത്തരങ്ങൾ നിർമ്മിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അവിടെ 3 പേപ്പറാണുള്ളത്, 100 മാർക്കിൻ്റെ 3 പേപ്പറാണുള്ളത്. ദെൻ ഒരു ഇൻ്റർവ്യൂ സെഷൻ കൂടിയുണ്ട്. സോ ഇതെല്ലാം കടന്നിട്ടാണ് ഒരാൾ KS ഉദ്യോഗസ്ഥനായിട്ട് മാറുന്നത്. നമുക്ക് 3 സ്ട്രീമിലായിട്ട് എക്സാമിന് അപ്ലൈ ചെയ്യാം. സ്ട്രീം 1 എന്ന് പറയുന്നത് നിങ്ങളൊരു ഡിഗ്രി ഹോൾഡർ ആണെങ്കിൽ 32 വയസ്സ് വരെയാണ് നിങ്ങൾക്ക് സ്ട്രീം 1-ൽ അപ്ലൈ ചെയ്യാം. സ്ട്രീം 2-ഉം സ്ട്രീം 3-യും ഓൾറെഡി നിങ്ങൾ ഗവൺമെൻറ് സർവീസിലായിരിക്കണം. സ്ട്രീം 2-ൽ നിങ്ങളിപ്പോൾ LD ക്ലർക്കായിട്ട് ജോലിക്ക് കയറിയ ആളാണ്, നിങ്ങൾ ഗസറ്റഡ് പോസ്റ്റിലേക്ക് പ്രൊമോട്ടഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രീം 2-ൽ അപ്ലൈ ചെയ്യാം. ഇനി ഓൾറെഡി നിങ്ങൾ ഗസറ്റഡ് പോസ്റ്റിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സ്ട്രീം 3-ൽ നിങ്ങൾക്ക് KS പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം. സ്ട്രീം 2-ൻ്റെ പ്രായപരിധി 40 വയസ്സ് വരെയാണ്. സ്ട്രീം 3-യുടെ പ്രായപരിധി 50 വയസ്സ് വരെയാണ്. അപ്പോൾ KS എന്ന പരീക്ഷ 3 ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രിലിമിനറി, മെയിൻസ്, പിന്നീട് ഇൻ്റർവ്യൂ. അപ്പോൾ നമ്മൾ മെയിൻസ് പരീക്ഷ ഫോക്കസ് ചെയ്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങാം. മെയിനായിട്ട് നമുക്കറിയാം ഒരുപാട് സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ ഈ സബ്ജക്റ്റുകൾക്ക് പഠിക്കുമ്പോൾ തന്നെ അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കറണ്ട് അഫയേഴ്സ്, ഓരോ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കറണ്ട് അഫയേഴ്സ് ഫോക്കസ് ചെയ്ത് ബാക്കിയുള്ള വിഷയങ്ങളിലുള്ള കറണ്ട് അഫയേഴ്സ് ഫോക്കസ് ചെയ്ത് നമുക്ക് പഠിക്കാം. കഴിഞ്ഞ തവണത്തെ പോലെ ഇപ്രാവശ്യം ഏറ്റവും നല്ല അധ്യാപകരോടൊപ്പം കൃത്യമായിട്ടുള്ള സിലബസ് ബേസ്ഡ് ക്ലാസ്സസും മോക്ക് ടെസ്റ്റും മോഡൽ എക്സാമും പോളും ക്യൂസ് സെക്ഷനുമായിട്ട് നമ്മളിവിടെ സെറ്റാണ്. അപ്പോൾ ഏറ്റവും നല്ല പഠന സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഏറ്റവും നല്ല അധ്യാപകരുമായി ഞങ്ങളിവിടെ റെഡിയാണ്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം.